ഇന്ന് നമുക്കൊരു ഡിഷ് വാഷർ ഉണ്ടാക്കി നോക്കിയാലോ. 270 രൂപയുടെ കിറ്റ് ഉപയോഗിച്ച് 10 ലിറ്ററാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. കിറ്റിലുള്ളത് 1 ലിറ്റർ ആസിഡ് സ്ലറി, 150 ഗ്രാം കാസ്റ്റിക് സോഡ, 100 ഗ്രാം സോഡിയം സൾഫേറ്റ്, പിന്നെ മണത്തിനാവശ്യമായ പെർഫ്യൂം, പിന്നെ കളർ. ഡിഷ് വാഷർ ഉണ്ടാക്കാൻ 9 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ലിറ്റർ സ്ലറിയും കൂടെ ചേർക്കുമ്പോൾ 10 ലിറ്റർ, അങ്ങനെ നമുക്ക് 10 ലിറ്റർ ഡിഷ് വാഷർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായി കാസ്റ്റിക് സോഡ നമുക്ക് ഈ 9 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് നന്നായി അലിയിപ്പിച്ചെടുക്കാം. ഈ കാസ്റ്റിക് സോഡ വെള്ളവുമായി നന്നായിട്ട് അലിയിച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് ഇളക്കാൻ പാടില്ല. വെള്ളം നന്നായിട്ട് തെളിയുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്ലറി കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ഇളക്കി വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് നല്ല ചൂടുണ്ടാവും ഈ വെള്ളത്തിന്. ഈ ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ സ്ലറി ഒഴിച്ചു കൊടുക്കാവൂ. സ്ലറി വെള്ളവുമായി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായി 100 ഗ്രാം സോഡിയം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കണം. നന്നായി മിക്സാക്കണം. ഇതിൽ സോഡിയം സൾഫേറ്റ് ചേർത്ത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം. പെർഫ്യൂം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പെർഫ്യൂം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പെർഫ്യൂം ഇതിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. കളറും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാട് പതഞ്ഞു പോവാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം 4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലേക്ക് മാറി വരുന്നതാണ്. അപ്പോൾ ഇത് 4 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് തിക്നെസ്സൊക്കെ ആയിട്ടുണ്ട്. ഇതിന് തിക്നെസ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് തിക്നെസ് ആക്കി എടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ഈ ഫോമിലാണുള്ളത്. ഇനി നമുക്ക് ഈ ലിക്വിഡിനെ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാം. ലിക്വിഡ് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ 270 രൂപയ്ക്ക് വാങ്ങിയ കിറ്റിലാണ് 10 ലിറ്ററോളം ഇപ്പോൾ ലിക്വിഡ് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.